നമസ്കാരം. എൻ്റെ പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ ആണ് താമസിക്കുന്നത്. മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഏകദേശം 28-29 വർഷമായി മത്സ്യകൃഷി മേഖലയിൽ ജോലി ചെയ്യുകയാണ്. കൃഷിയാണ് എൻ്റെ പ്രധാനം. എങ്കിലും അത്യാവശ്യം നമുക്ക് ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് പൊതുപ്രവർത്തനം എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് നിലവിൽ ഞാൻ. അതായത് ഒരു 18 വയസ്സിൽ ആരംഭിച്ച സംരംഭമാണ്. വളരെ കുറഞ്ഞ തരത്തിൽ ഒരു 10 സെന്റിനകത്താണ് ഞാൻ കൃഷി ആരംഭിച്ചത്. ഇന്ന് നിരോധിക്കപ്പെട്ട മീനാണെങ്കിലും അന്ന് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന മത്സ്യമായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അക്കാലത്ത് എല്ലായിടത്തും വ്യാപകമായി മത്സ്യം വളർത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വാളയായി, റെഡ് ബില്ലിയായി, തിലാപ്പിയായി, അവസാനം ഞാൻ കരിമീനിലാണ് എത്തിയത്. ഞാനിപ്പോ ഒരു 4 സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോഴ് വാട്ടർ ഏരിയ പറയുകയാണെങ്കിൽ ഏകദേശം 6 ഏക്കറിനടുത്ത് 6 ഏക്കറോളം വാട്ടർ ഏരിയ മാത്രമുണ്ട്. അവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന കരിമീന്റെ വിത്തുൽപാദനമാണ്. അതോടൊപ്പം തന്നെ കരിമീൻ കൃഷിയുണ്ട്. അതുകൂടാതെ നിലവിൽ ഇത് 2 മത്സ്യങ്ങൾ കൂടിയുണ്ട്. ഞണ്ടുണ്ട്, കാളാഞ്ചിയുണ്ട്. ഏകദേശം 44 നദികൾ ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറെ ആളുകൾ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മൾ. അപ്പൊ അവിടെ നമ്മുടെ യൂത്തിന് ഉറപ്പായും കഠിനാധ്വാനം ചെയ്താൽ ഏറ്റവും മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖല തന്നെയാണ് മത്സ്യ കൃഷി മേഖല. പലപ്പോഴും വൈറ്റ് കോളർ ജോബിന്റെ പിറകെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായിരുന്നു എന്റെയൊക്കെ ഒരു ആ കാലഘട്ടത്തിൽ. വൈറ്റ് കോളർ ജോബിനോടായിരുന്നു എല്ലാവർക്കും താല്പര്യം. എന്നാൽ അതിന്ന് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നമ്മുടെ യൂത്ത് എന്ത് തൊഴിൽ ചെയ്യുന്നതിനും മടിയില്ലാത്തൊരു ടീമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാർക്ക് വളരെ മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. കാരണം നമ്മുടെ മത്സ്യ ആവശ്യങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മത്സ്യ ഉൽപാദനം വളരെ വളരെ താഴോട്ട് പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കൾക്ക് അത്യാവശ്യം കഠിനാധ്വാനം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും ഉറപ്പായും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് മത്സ്യകൃഷി മേഖല. അതിന് ആവശ്യമായ എല്ലാ സഹായവും, നിങ്ങൾ എന്ത് സഹായം ആവശ്യപ്പെട്ടാലും യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങൾ ഇതില്ലാതെ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ നമ്മൾ തയ്യാറാണ്. അതിന് പ്രത്യേക ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഷെയർ ചെയ്യുന്നതിന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചാൽ ഉറപ്പായി നമുക്ക് വിജയിക്കാൻ പറ്റും. എന്റെ പ്രധാനമായിട്ടും കരിമീൻ വിത്ത് ഉൽപാദനം ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമീൻ വിത്ത് സംഭാവന ചെയ്യുന്ന ഫാമുകളിൽ ഒന്നാണ് എന്റേത്. 9 കൊല്ലത്തിന് മുമ്പ് ആദ്യമായി കരിമീൻ വിത്ത് ബൾക്കായി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നും കരിമീൻ വിത്ത് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്ത ആള് ഞാനാണ്. അതേ തുടർന്ന് എന്നോട് ചോദിച്ചറിയുകയും മറ്റുമൊക്കെ ചെയ്ത ഒരു വലിയ വിഭാഗം, എന്റെ പഞ്ചായത്തിൽ ഏകദേശം 200-300ഓളം ചെറുപ്പക്കാർ ഈ മേഖലയിൽ നിന്ന് മാന്യമായി തൊഴിലെടുക്കുകയും മാന്യമായ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കരിമീൻ എവിടെയും വളർത്താൻ പറ്റും. വളരെ പ്രധാനമായിട്ടും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ അമിതമായ തണുപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ കരിമീന് ഏതെങ്കിലും തരത്തിലുള്ള രോഗസാധ്യതയോ ഇഷ്യൂസോ ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് ജലാശയത്തിലും കേരളത്തിലെ ഏത് സാഹചര്യത്തിലും വളരുന്ന മത്സ്യമാണ് കരിമീൻ. ഉപ്പുവെള്ളത്തിലാണെങ്കിൽ ഏകദേശം 25 PPT ഉപ്പിലാണെങ്കിൽ ഉറപ്പായിട്ടും വളരും. പിന്നെ അതേപോലെ തന്നെ ശുദ്ധജലത്തിലും ഇത് വളരും. പിന്നെ ഉപ്പുവെള്ളവും ശുദ്ധജലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഉപ്പുവെള്ളത്തിലെ മത്സ്യത്തിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ, ശുദ്ധജലത്തിലേക്ക് ആകുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും. അതോടൊപ്പം തന്നെ വളർച്ചയിൽ ഉപ്പുവെള്ളത്തിലെ മത്സ്യത്തിന് അമിതമായ വളർച്ചയിലേക്ക് പോകത്തില്ല. അതിനേക്കാൾ നന്നായിട്ട് വളരുന്നത് ശുദ്ധജലത്തിലായിരിക്കും. ഒരു സെന്റിൽ പോലും കരിമീൻ വളർത്തൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഇത് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടില് കരിമീൻ വളർത്തുക എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ കാര്യമായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പം അതിന് നിങ്ങൾക്ക് 1 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് 150 കുഞ്ഞുങ്ങളെയാണ്. സാധാരണ 200 കുഞ്ഞുങ്ങളെ വരെയൊക്കെയാണ് 1 സെന്റിൽ ഇടുന്നത്. എന്നാലും 150 ആണെങ്കിൽ നല്ല ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. നമുക്ക് തീറ്റയുടെ ചെലവ് കുറവായിരിക്കും, അതിന്റെ മാലിന്യത്തിന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് 1 സെന്റിൽ തുടങ്ങി എത്ര ഹെക്ടർ സ്ഥലത്തും നിങ്ങൾക്ക് കരിമീൻ കൃഷി ചെയ്യാൻ പറ്റും. അത് ശുദ്ധജലമാണെങ്കിലും പറ്റും, ഉപ്പുവെള്ളമാണെങ്കിലും പറ്റും.
കരിമീന്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന കുഞ്ഞുങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. 1 ഇഞ്ച് കുഞ്ഞുങ്ങളാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 മാസം 9 മാസം എടുക്കും കരിമീനായി വരാൻ. ഏകദേശം ആവറേജ് ഒരു 200-250 ഗ്രാമിലേക്ക് അത് എത്തും. അത് കുഞ്ഞുങ്ങളുടെ വലിപ്പം 2 ഇഞ്ച് ആയാൽ അത് ഒരു 6 മാസം 7 മാസത്തിനകത്ത് നിങ്ങൾക്ക് വളർന്നു കിട്ടും. അത് 4 ഇഞ്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് 5 മാസം 6 മാസം കൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു കിട്ടും. ഏതാണെങ്കിലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം നല്ല ഹെൽത്തിയായ കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈൽഡിന്റെ ഗുണമേന്മ കൂട്ടും, അളവ് കൂട്ടും. ചെലവുമായി ബന്ധപ്പെട്ടും മത്സ്യക്കുഞ്ഞുങ്ങളുടെ നമ്പരുമായി ബന്ധപ്പെട്ടും ഒക്കെ എല്ലാവരും ഇതിനെ ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു പശുവിനെ വളർത്തിയാലും 10 പശുവിനെ വളർത്തിയാലും നമ്മൾ എടുക്കുന്ന എഫർട്ട് ഒന്നാണ്. എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ മാക്സിമത്തിൽ ചെയ്യുക. അത് ഏത് തൊഴിലിനെ സംബന്ധിച്ചും എന്റെ ഒരു അഭിപ്രായം അതാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പഠിച്ചു ചെയ്യുക, പഠിച്ചു ചെയ്യണം. ഇത് കൃഷിയാണ്. ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ടാവും, ഒരു അനിശ്ചിതത്വം എപ്പോഴും ഉള്ള സംഭവമാണ്. ഇത് ചിലപ്പം ഒരു പക്ഷേ 8-6 മാസമായി, 6ാമത്തെ മാസത്തിൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കാം. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വലിയ വ്യത്യാസങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ്. എങ്കിലും നമ്മൾ ധൈര്യമായി ചെയ്യാൻ തീരുമാനിച്ചാൽ, നമ്മൾ അതിൽ തന്നെ തുടർച്ചയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും വിജയം വരിക്കാൻ പറ്റും. അത് എന്റെ ജീവിത വിജയം കൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചതാണ്. ഞാൻ വളരെ പരിമിതമായ സ്ഥലത്ത് നിന്ന് ആരംഭിച്ച ഒരാളാണ്. വളരെ വലിയ പ്രതിസന്ധികളും മറ്റുമൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ഞാൻ അതിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതാണ് തീർച്ചയായിട്ടും എന്റെ ജീവിത വിജയം. വളരെ മാന്യമായ വരുമാനമാണ് എന്നെ സംബന്ധിച്ച് ലഭിക്കുന്നത്. സാധാരണ ഈ മാന്യമായ വരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകാർ പറയുന്ന പോലെ കൊണ്ട് എനിക്ക് 5 ലക്ഷം 50 ലക്ഷം അങ്ങനെയൊന്നുമല്ല. വളരെ 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന വരുമാനം നമുക്ക് ലഭിക്കും മാന്യമായ ഇതിൽ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ചെലവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, 1 സെന്റ് തോട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 40.5 ചതുരശ്ര മീറ്റർ സ്ഥലമാണ്. ഒരു 10 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ള സ്ഥലമാണ് 1 സെന്റ് എന്ന് പറയുന്നത്. ആ 1 സെന്റ് നാച്ചുറൽ പോണ്ട് ആണെങ്കിൽ, ആ നാച്ചുറൽ പോണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് നിങ്ങൾക്കൊരു 10,000 രൂപയായിരിക്കും ചെലവാകുക 1 സെന്റിൽ. ഇനി അത് 1 ഏക്കറിലേക്ക് മാറുമ്പോഴത്തേക്ക് ഏകദേശം 3 ലക്ഷം രൂപ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് ചെലവാകും 1 ഏക്കറിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, 1 ഏക്കറിൽ 15,000 കുഞ്ഞുങ്ങൾ മുതൽ 20,000 കുഞ്ഞുങ്ങൾ വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ചില മത്സ്യങ്ങൾ, ഇടമത്സ്യങ്ങളായിട്ട് അതിനകത്ത് വളർത്താൻ പറ്റുന്ന മത്സ്യങ്ങളുണ്ട്. കരിമീനോടൊപ്പം തിലാപ്പിയ ഇടമത്സ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. തിലാപ്പിയ വളർത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ചെലവായ പൈസ മുഴുവൻ, തീറ്റ, മറ്റു പോണ്ടൊരുക്കലൊക്കെ ബന്ധപ്പെട്ട ചെലവുകളുടെ പൈസ നമുക്ക് ഈ തിലാപ്പിയയിൽ നിന്ന്, ഇടമത്സ്യത്തിൽ നിന്ന് കിട്ടും. കരിമീൻ നമുക്ക് മാന്യമായ ഒരു സേവിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ തീറ്റയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല കർഷകരും പിന്നെ കമ്പനിയുടെ തീറ്റ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ വലിയ അളവിൽ നമ്മൾ മത്സ്യം വളർത്തുമ്പോൾ, ഇപ്പോൾ 1 സെന്റിലോ 2 സെന്റിലോ 5 സെന്റിലോ ഒക്കെ വളർത്തുമ്പോൾ നമുക്ക് കമ്പനി തീറ്റ തന്നെ നമുക്ക് കൊടുത്ത് വളർത്താൻ പറ്റും. വളരെ കുറഞ്ഞ അളവിൽ ഉള്ള തീറ്റയാണ് ഈ മത്സ്യം കഴിക്കുന്നത്. കരിമീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് വയറ് കുറവായ ഒരു ഫിഷ് ആയതുകൊണ്ട് തന്നെ അമിതമായ തീറ്റ കഴിക്കുന്ന ഫിഷ് അല്ല. അതുകൊണ്ട് തന്നെ നോമിനൽ ആയിട്ടുള്ള ഫുഡിൽ ഇവനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ നമ്മൾ ബൾക്കായിട്ട് വളർത്തുമ്പോൾ, ഇപ്പം 50 സെന്റിലോ 1 ഏക്കറിലോ 1 ഹെക്ടറിലോ ഒക്കെ വളർത്തുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും കമ്പനി തീറ്റ കൊടുത്ത് നമുക്ക് ലാഭകരമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന് നമുക്ക് പ്രത്യേകമായ തീറ്റകൾ കൊടുക്കാൻ പറ്റും. നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തീറ്റകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ നോഹ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്ന, വലിയ അളവിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഞാൻ അത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിനകത്ത് ഈ രോഗസാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മത്സ്യത്തിന്റെ അളവ് കൂടുക, അത് തീറ്റ കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകാതിരിക്കുക, വെള്ളം നിരീക്ഷിക്കുന്ന, വെള്ളത്തിന്റെ pH, ഓക്സിജൻ നിലവാരം ഒക്കെ ശ്രദ്ധിക്കാതെ വരുന്നത് കൊണ്ട് മാത്രമേ ഇതിന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ രോഗമോ ഫീൽ ചെയ്യാറുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ കരിമീനെ സമയത്തോളം യാതൊരു കാരണവശാലും രോഗസാധ്യതയുള്ള ഒരു മീനല്ല. പിന്നെ തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ, ചില സമയങ്ങളിൽ നമ്മുടെ ഈ വരാലിനൊക്കെ ഉണ്ടാകുന്നത് പോലെ ഒരു അഴുകൽ സ്വഭാവം ഉണ്ട്. അത് അമിതമായ ടെമ്പറേച്ചർ താഴ്ന്നാൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ കരിമീന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ അതിനാവശ്യമായ മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക് കടന്നു വരാം. അവർക്ക് വേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വളർച്ച തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ വളർച്ചയാണ്. നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം, നമ്മുടെ ഭാര്യയോടൊപ്പം, നമ്മുടെ അച്ഛനോടൊപ്പം, അമ്മയോടൊപ്പം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോടൊപ്പം വളരെ മനോഹരമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉറപ്പായും ഈ കൃഷിയിലൂടെ സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ ഗവൺമെന്റ് സഹായവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ജില്ലാ ഫിഷറീസ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന നിങ്ങളുടെ പദ്ധതിക്ക് ഗവൺമെന്റ് സഹായം ലഭിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ പണിയെടുത്ത് നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിച്ച് മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് കരിമീൻ കൃഷി.
നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് വരാം. എന്നോടൊപ്പം തന്നെ ഏറെ ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ ഏറ്റവും മാന്യമായ വിലക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ മേഖല നിലവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കരിമീൻ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് മത്സ്യ മേഖലയിലേക്ക് വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാം. അതിന് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നമസ്കാരം.